ഇവിടെ കൊയിലാണ്ടിയിൽ ഒരു കോളേജിൽ, സെൽഫ് ഫൈനാൻസ് കോളേജാണ്, അവിടെ അഡ്മിഷൻ 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ, ഇപ്പോൾ 4 വർഷം വേണമല്ലോ ബിരുദത്തിന്, അതിനു വേണ്ടിയുള്ള അഡ്മിഷൻ വരികയാണ്. അപ്പോൾ എന്തുവാ, അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് വേണം. എന്തോ ഇതിൻ്റെ ഹെൽപ്പാന്ന് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അതിന് SFIയുടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് തർക്കം. എന്തോ ഹെൽപ്പാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പിള്ളേർ വരുമ്പോൾ യവന്മാരെ പാർട്ടിയിലേക്ക് ചേർക്കണമല്ലോ, യവന്മാരെ സഹാക്കളാക്കണം. അടുത്ത 4 വർഷം യവന്മാരെ വെച്ച് കൃഷി ചെയ്യണം. അതിനുള്ള പണിക്ക് ഇവരുടെ അഡ്രസ്സും കുറിച്ചെടുക്കും, അവരുടെ ഫോൺ നമ്പരും വാങ്ങിക്കും. അതാണ് ഈ ഹെൽപ്പ് ഡെസ്ക്. അല്ലാതെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേറെ കാര്യമൊന്നുമില്ല. യവന്മാരെല്ലാം അവരെ പഠിപ്പിക്കുന്ന, അതിന് അധ്യാപകരുണ്ട്. അതിന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ സിലബസ് കൊടുക്കും. സിലബസ് അവിടെ നിന്നുമല്ല, യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കുന്നത്. യവന്മാരല്ല സിലബസ് ഉണ്ടാക്കുന്നത്. കോളേജിൽ നിന്ന് കിട്ടും സിലബസൊക്കെ ആവശ്യത്തിന്. കോളേജ് കലണ്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനകത്തുണ്ട് സിലബസ്, അത് കൊടുക്കും. പിന്നെ കോളേജിൽ ബാക്കി സർട്ടിഫിക്കറ്റ്സ് ഒത്തു നോക്കുക എന്നുള്ളതല്ലാതെ പ്രിൻസിപ്പലിനും സ്റ്റാഫിനും പോലും വേറെ ജോലിയില്ല. ഇവരുടെ അഡ്മിഷനൊന്നും അവിടെ അല്ല, നേരത്തെ തന്നെ തീരുമാനിച്ചാണ്, ഇയർ മാർക്ക് ചെയ്ത് ഓരോരുത്തരെ വിട്ടേക്കാണ്. ഇവിടെ അവർ കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ആണോ എന്ന് മാത്രം നോക്കുക. അത് ഹെൽപ്പ് ഡെസ്കിന്റെ കാര്യമില്ല, അത് അവർ പ്രിൻസിപ്പൽ ചെയ്തോളും. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമായി പ്രശ്നമാവും എന്ന് കണ്ടപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ഒരല്പം ബോധമുള്ളവനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അയാൾ ഇതിനെ എതിർത്തപ്പോൾ എന്തുവാ, അയാളെ കയറി എടുത്തിട്ട് അടിച്ചു, നാശമാക്കി. അപ്പോൾ അത് തടയാൻ ചെന്ന ഒരു സ്റ്റാഫിൻ്റെ നേതാവുണ്ട്, ലീഡറുണ്ട്, ഒരു അധ്യാപകനാണ്, അയാളെ അടിച്ചു, ഉപദ്രവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ദൂരെ എങ്ങാണ്ട് നിന്ന SFIയുടെ ഏരിയ സെക്രട്ടറിക്ക് വലിയ പോസ്റ്റാണ് അത് കേട്ടോ. SFIയുടെ ഏരിയ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ആരാ ഈ ലോകത്ത്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലെ പോകേണ്ട ആളുകളാണ് അവരൊക്കെ ആ രീതിയിൽ കണക്കാക്കണം. അവൻ്റെ ചെവി ആരാണ്ട് അടിച്ചു പൊട്ടിച്ചെന്ന് ആരും. എന്നിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ കയ്യിലുണ്ടെന്നാണ്. ആ വീഡിയോ എന്ന് കാണിക്കാൻ പറഞ്ഞു. ഇന്നലെ ഞാനിത് മാധ്യമത്തിൽ ഞാൻ നോക്കി, വീഡിയോ ഞാൻ ഇതിനകത്ത് ഏഷ്യാനെറ്റിനകത്ത് കണ്ട ആ വീഡിയോ ഞാൻ നോക്കി. ഒന്നും കാണാനില്ല, അവൻ്റെ ചെവിയിൽ ആരും അടിക്കുന്നത് കാണാനില്ല. അയാൾ ദൂരെ ചെവിയും പിടിച്ചുകൊണ്ട് ദൂരെ ഒരുത്തം നിൽപ്പുണ്ട്. അത് എങ്ങനെ അടിച്ചെന്ന് എനിക്കറിയില്ല. അവിടെ ഇയർ ട്രം പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിയവരെ കണ്ടുപിടിച്ച് അതിന് കേസെടുക്കണം. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രിൻസിപ്പലിനെ തല്ലിയതിന് കേസെടുക്കണ്ടേ? ഇനി ഇതല്ല ഇതിൻ്റെ പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഒരു കലാലയത്തിൽ, ഒരു വിദ്യാലയത്തിൽ അതിക്രമിച്ച് കയറുക, അതിൻ്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറുക, അതും അവിടെ പഠിക്കുന്നവന്മാരല്ല, വെളിയിൽ നിന്ന് വന്നേക്കുന്ന ആളുകളാണ്. SFIക്കാരെന്നും പറഞ്ഞ് ദൂരെ നിന്ന് വന്നേക്കുന്നവരെ അതിക്രമിച്ച് കയറിയിട്ട് അവിടെ പ്രിൻസിപ്പലിനെ അടിക്കുക, തല്ലുക, അധ്യാപകരെ അടിക്കുക. ഇത് പ്രായമെങ്കിലും ഒന്ന് നോക്കണ്ടേ? എന്നിട്ട് ഈ അടി കൊടുത്തു, അതിന് കേസില്ല. അതും കഴിഞ്ഞതിന് ശേഷം എന്താ അടുത്ത പണി? ഞാഞ്ഞൂര് പോലുള്ള ഒരുത്തൻ നിന്ന് പ്രസംഗിക്കുക. എന്തെന്നറിയോ, കഷ്ടിച്ച് 10-20 വയസ്സ്, അല്ലെ 18-19-20 വയസ്സ് കാണും, പ്രസംഗിക്കുക. 2 കാലം കൊണ്ട് നടന്ന് ഈ പ്രിൻസിപ്പൽ കോളേജ് കയറത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കാല് വിട്ടുവെന്നാണ് അയാളെ. ഇതൊക്കെ പറയാൻ അവൻ്റെ അച്ഛൻ്റെ പ്രായത്തെക്കാളും കൂടുതൽ പ്രായമുള്ള ഒരു മനുഷ്യനെയാണ് ഈ പറയുന്നത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇനി വേറെ ഇവിടുത്തെ അധ്യാപകരെ എല്ലാത്തിനെയും തല്ലിക്കൊല്ലുന്നു അവന്മാർ. എന്നിട്ട് 1 അല്ല 2 ആംബുലൻസ് കൊണ്ടുവരണമെന്ന്. ഒരേ ആംബുലൻസിനകത്ത് കയറത്തില്ല, എല്ലാം കൂടെ 2 ആംബുലൻസ് വേണ്ടി വരുമെന്ന്. ഇതാണ് ഈ വർത്തമാനം പറയുക എന്നുള്ളതാണോ ഈ വിദ്യാർത്ഥി സംസ്കാരം? ഇതാണോ SFIയുടെ സംസ്കാരം? SFIയുടെ നേതാക്കൾ ഇതിന് യഥാർത്ഥത്തിൽ മാപ്പ് പറയണം സമൂഹത്തോട്. കാരണം ഈ വിദ്യാർത്ഥി സമൂഹത്തിനെ ആകെ ആക്ഷേപിക്കുന്നതല്ല ഇത്, ഈ പ്രസ്ഥാനം. ഈ രീതിയിൽ ഒരു ഗുരുശിഷ്യ ബന്ധം അധ്യാപകരുമായിട്ട് ഉള്ള ആരെങ്കിലും ഇതിനെ ന്യായീകരിക്കും? ഇതിന്റെ SFIയുടെ ഏതാണ്ട് തലപ്പത്തിരിക്കുന്നെന്ന് പറയുന്ന ഒരാളിരുന്ന് പുലമ്പന്തേ എന്തെങ്കിലും കേട്ടു, ഞങ്ങൾ ഇതിന് ഖേദമൊന്നും പ്രകടിപ്പിക്കത്തില്ല. വേണ്ട, പ്രകടിപ്പിക്കണ്ട. എന്തിനെന്നറിയോ, ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ കുഴിച്ചു മൂടിയ ഉമ്മരടങ്ങുള്ളൂ. ആ രീതിയിലേക്ക് ഒരു കാലത്ത് DYFIക്കാരായിരുന്നെങ്കിൽ ഇപ്പൊ ആ സ്ഥാനം ഇവർ ഏറ്റെടുത്തു.